ഞാൻ ഈ പറയുന്ന 4 കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് ഭാവിയിൽ മോണരോഗം ഉണ്ടാവാൻ. അതിൽ 4ാമത്തേതാണ് ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന മിസ്റ്റേക്ക്. ഇതിൽ 1ാമത്തെ കാര്യം സ്ഥിരമായി പല്ലിനിടയിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പല്ലിനിടയിൽ ഇത്തരത്തിൽ ഭക്ഷണം കുടുങ്ങുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ ഉണ്ടാകും. ആ റീസൺ കണ്ടുപിടിക്കുകയോ ശരിയായ രീതിയിൽ ചികിത്സിക്കുകയോ ചെയ്യാതെ മോണയിൽ ഇത്തരത്തിൽ കുത്തുന്നത് കൊണ്ട് കൂടുതൽ ഇൻഫെക്ഷനും ഇഞ്ചുറിയും മോണയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 2ാമത്തെ കാര്യം, മോണയിൽ നീര് വെക്കുന്നതോ ബ്രഷ് ചെയ്യുമ്പോൾ മോണയിൽ നിന്ന് രക്തം വരുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപ്പുവെള്ളം കവിളിക്കൊണ്ട് സ്വയം ചികിത്സ ചെയ്യുന്നത്. ഇത് വളരെ സാധാരണയായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, ഇത്തരത്തിൽ മോണയിൽ നിന്ന് രക്തം വരുന്നതോ വീക്കം വരുന്നതോ മോണരോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഈ സമയത്ത് കൃത്യമായ ചികിത്സ ലഭിച്ചാൽ മോണരോഗം ഭാവിയിൽ ഉണ്ടാവുന്നത് തടയാനും പല്ലുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രിവെന്റ് ചെയ്യാനും സാധിക്കും. 3ാമത്തേത് സ്മോക്കിംഗ് അല്ലെങ്കിൽ മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം. ഇങ്ങനെയുള്ളവരിൽ സാധാരണയായി കണ്ടുവരാറുള്ള മോണരോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ രോഗനിർണയം ഒരുപാട് വൈകി പോവാനും പല്ലുകൾ നഷ്ടപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ്. 4ാമത്തതും ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്നതുമായ പ്രോബ്ലമാണ് തെറ്റായ രീതിയിലുള്ള ബ്രഷിംഗ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചുള്ള റോങ് ബ്രഷിംഗ് ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെന്റൽ പ്രോഡക്ട്സും. ഇപ്പോഴും പലരും പണ്ടത്തെ പോലെ ഉപ്പും ഉമിക്കരിയും പൽപ്പൊടിയും ഉപയോഗിച്ചാണ് ബ്രഷ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് മോണക്കും പല്ലിനും തേയ്മാനം സംഭവിക്കുകയും മോണയിൽ ജിഞ്ചേവൽ റിസഷൻ എന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആകുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.